ഹായ് ഗായ്സ്, നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരു മടി പിടിച്ച ലഞ്ച് ഉണ്ടാക്കലാണ് ഇന്ന്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കായയാണിത്. കുറച്ച് പഴുത്ത് അത് ബാക്കി ഞാൻ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച്. അപ്പോൾ അതിന്ന് വറവുണ്ടാക്കുക. ഇത് കാന്താരി മുളക് കടയിൽ നിന്ന് മേടിച്ചതാണ്. നാട്ടിൽ നിന്ന് വന്നിട്ട് 2 ദിവസം ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിച്ചു. അപ്പോൾ ഇതാ അനിയാട്ടൻ എനിക്ക് പണി തരാൻ വേണ്ടിയിട്ട് നത്തോലിയെല്ലാം വാങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കാതിരിക്കാൻ പറ്റൂലല്ലോ, നാട്ടിൽ നിന്ന് സുഖം എടുത്തത് ആണല്ലോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്യാൻ വയ്യ, ഭയങ്കര മടിയായിരുന്നു. പിന്നെ അവസാനം ഇതാ കറിയെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. മുളക് കറിയാണ്. നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാനിങ്ങനെ തേങ്ങ ചിരകിയിട്ട് കൊണ്ടുവരാറുണ്ട്. ഇത് നമ്മളെ വീട്ടിൽ സഹായിക്കാൻ വരുന്ന ബേബി ഏച്ചി ചിരണ്ടി തന്നതാണ്. ഇതുപോലത്തെ 2 പാക്കറ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ വരുന്നതിന് 2 ദിവസം മുന്നേ ചിരകിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ ഐസോടെ തന്നെ നമുക്കിത് കൊണ്ടുവരാം. ഇവിടെ എത്തിയ പാട് ഫ്രീസറിൽ വെച്ചാൽ മതി. ഇതിനി എനിക്ക് ഒരു 2 മാസം എടുത്തു. അപ്പോൾ ഇത് ഫ്രീസറിൽ വെക്കാം. അപ്പോൾ ഇതാ മടി പിടിച്ചുണ്ടാക്കിയ എൻ്റെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊന്നീൻ്റെ ചോറ്, നത്തോലി, മുളക് കറി, കുറച്ച് വെള്ളം പോലെ ആക്കിയതാണ്. 2 ദിവസം ഓടിക്കണ്ടേ, അതുകൊണ്ട് കുറച്ച് വെള്ളത്തിലാക്കിയതാണ്, കുറുകിയാക്കിയിട്ടില്ല. പിന്നെ ഇതാ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാന്താരി മുളകും തേങ്ങയും ഉള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ഇട്ട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടുമ്പോൾ കായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് അങ്ങനെ ഉണ്ടാക്കി. പിന്നെ അമ്മ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ട മാങ്ങ അച്ചാറിതാ, മാങ്ങേൻ്റെ കൂടെ ഈത്തപ്പഴം ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ്. ഇതധികം മാങ്ങ അങ്ങനെ വെന്ത് കുഴഞ്ഞു പോകാത്ത ടൈപ്പാണ്, വേവിക്കാത്തതാണ്. അപ്പോൾ ഇതും അടിപൊളിയാണ്. ഇങ്ങനെ കഷ്ണം കടിക്കുമ്പോൾ നല്ല രസമാണ്, അലിയാത്തതുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മളിന്ന് ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. ഹായ്, ഇതാ മീന് നമ്മളെ കാണാൻ വന്നിട്ടുണ്ട് അല്ലേ? നല്ല സുന്ദരിയായി ഇതാ മേക്കപ്പ് ഒക്കെ കണ്ടോ? പിന്നെ അപ്പൊ ഇതാ മീനും അമ്മയും വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ് ബേക്കറിയെല്ലാം ഉണ്ട് ഇവിടെ, വന്നിട്ട് കഴിച്ചോ. എല്ലാവർക്കും ഈ കെട്ടി ഇങ്ങനെ കൊടുത്തു വിടാൻ എനിക്ക് ഭയങ്കര മടിയാണ്. ഓരോ ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ് എല്ലാവർക്കും കൊടുത്തു വിടൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങോട്ടേക്ക് വാ, ഉള്ളതെല്ലാം ഇടുന്ന് എടുത്ത് കഴിച്ചു. എന്നിട്ട് ഇതാ മീനും അമ്മയും വന്നിട്ടെല്ലാം കഴിക്കുന്നുണ്ട്. അല്ല മീനോ, എനിക്കേതാ ഇഷ്ടമായേ? പഴംപൊരി അല്ല, അതാ ബനാന ചിപ്സ്. എനിക്കെന്നെ മിസ് ചെയ്തോ? അപ്പോൾ അനിയാട്ടൻ്റെ പെങ്ങൾക്ക് പറഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ ബേക്കറിയെല്ലാം കൊണ്ടു കൊടുത്ത്. നവ്യക്കുള്ളത് നമ്മൾ അന്ന് തന്നെ പോയി, അത് നമ്മൾ ദുബായി പോയിട്ട് അവർക്ക് കൊടുത്ത്. ഇനി ഇതാ ബാക്കിയുള്ളതെല്ലാം ഇതാ വേണ്ടുന്ന ആൾ വന്നിരുന്ന് കഴിച്ചോളുക. എനിക്കൊന്നും ഇതാക്കാൻ വയ്യ, അതുകൊണ്ട് ഇതാ നിരത്തി വെച്ചിട്ടുണ്ട്. വരുക, എല്ലാവരും വരിക, കഴിച്ചിട്ട് പോവുക. അപ്പം നമ്മളിന്ന് പുറത്തിറങ്ങാൻ പോവുകയാണ്. നാട്ടിൽ നിന്ന് വന്നിട്ട് ഞാൻ ഇതുവരെ പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല. ക്ലൈമറ്റ് നോക്കിയിട്ട് തണുപ്പുണ്ടെങ്കിൽ സെറ്ററിൽ എടുത്തിട്ട് പോകണം അല്ലേ. അപ്പം നമുക്കിനി പുറത്ത് പോകാം. അപ്പം നമ്മളിതാ ഞാനും മീനുവിൻ്റെ അമ്മയും കൂടിയിട്ട് സദപ്പിൽ വന്നിട്ടുണ്ട്. ഡ്രസ്സെല്ലാം ഒന്ന് വെറുതെ നോക്കുന്നുണ്ട്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ജിമ്മിനെല്ലാം പോകുമ്പോൾ ഇടാൻ പറ്റിയതല്ല മീന? യെസ്. ഹലോ ഗൈസ്, ഇപ്പൊ ഞാൻ ഡാൻസ് കളിക്കാൻ പോവാണ്. പറ്റിയ ഡാൻസ്. അപ്പോൾ ഇത് നമ്മൾ സ്ഥിരം പോകുന്ന പാനിപ്പൂരി ഷോപ്പാണ്, എവർഗ്രീൻ ഇലക്ട്ര. ഓക്കെ, പാനിപ്പൂരി പറഞ്ഞു. എത്ര വേണം? 2? കഴിക്കോ? വായിലിട്ടോ? കഴിക്കണേ അങ്ങ്. അയ്യോ, ബൈ ഒന്നും ആയിട്ടില്ല. അപ്പൊ ഗായ്സ്, നമ്മളിതാ നടന്നു വന്നു. ഇനി വീട്ടിലോട്ട് പോവാണ്.
ബൈ ഗൈസ്. അധികം തണുപ്പൊന്നും ഇല്ല അല്ലേ മീന? ചെറുതായിട്ടൊരു തണുപ്പേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഗൈസ്. ബൈ. ബൈ. അപ്പോൾ ഇതാ മീനും അമ്മയും അങ്ങോട്ടേക്ക് പോയി. അവരിപ്പോൾ ഇവിടെ നിന്ന് താമസം മാറി കുറച്ച് ദൂരെയാണ്. അപ്പോൾ ഞാനിതാ ഇങ്ങനെ ഒറ്റക്ക് നടന്ന് വരുവാന്ന്. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ബിൽഡിംഗ് ആണ് ഇതെല്ലാം. ബിഗ് മാർട്ട്. നാഷണൽ ഡേയും ക്രിസ്മസും ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എല്ലാവരും ന്യൂ ഇയറിനെ വരവേൽക്കാൻ കാത്ത് നിൽക്കുവാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.